ഹായ് ഗായ്സ്, ഞാൻ വീണ്ടും വന്നു. നമുക്കൊരു 7 ദിവസത്തെ ഓട്ടം കിട്ടിയായിരുന്നു. അപ്പോൾ അത് പിക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ച് വണ്ടിയൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി അങ്ങനെ ഞാൻ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ വണ്ടി ഓടിച്ചു, എയർപോർട്ടിൽ ചെന്നു, ഗസ്റ്റിനെ പിക്ക് ചെയ്തു. ഞങ്ങൾ നേരെ വന്നത് ആലപ്പുഴ ഷിക്കാര ബോട്ട് കൊടുക്കാനാണ്. അവർക്ക് ഫസ്റ്റ് ആലപ്പുഴയാണ്. ഞങ്ങൾ നേരെ വന്നു, ഷിക്കാര കണ്ടു, അവിടെ ആളുമായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ ഗസ്റ്റിന് ഇഷ്ടപ്പെട്ടു, ഗസ്റ്റ് കയറി. അപ്പോൾ ഒരു മണിക്കൂർ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോയി. ഹോട്ടൽ നമ്മുടെ മുഹമ്മയിലുള്ള ലെമൺ ട്രീ ഹോട്ടലാണ്. അത്യാവശ്യം നല്ല ആംബിയൻസ് ഉള്ളൊരു ഹോട്ടലാണ്. അപ്പോൾ എന്നിട്ട് ഈവനിങ് നമ്മൾ നേരെ പോയത് മാരാരി ബീച്ചിലേക്കാണ്. അവിടുന്ന് നമ്മൾ പിറ്റേ ദിവസം നേരെ ക്ലബ് മഹീന്ദ്ര തേക്കടിയാണ്. അപ്പോൾ നേരെ ഗസ്റ്റിനെ കൊണ്ടുവന്ന് ഹോട്ടലിൽ വിട്ടിട്ട് നേരെ വണ്ടിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി സൈഡിൽ പാർക്ക് ചെയ്തിട്ടേക്കാണ്. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നടക്കുമ്പോഴത്തേക്ക് ഗസ്റ്റ് റെഡിയായിട്ട് വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് ബീച്ചിൻ്റെ അടുത്തേക്കാണ്. അവർക്ക് എലിഫൻറ്റ് സഫാരിയും എലിഫൻറ്റ് ബാത്തും എല്ലാം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കഥകളി ഇവിടുന്ന് എടുക്കാമെന്ന് പറഞ്ഞു. കഥകളിയല്ല, കളരി ഇവിടുന്ന് എടുക്കാമെന്ന് പറഞ്ഞു. കഥകളി നമുക്ക് മൂന്നാർ ചെന്നിട്ടൊക്കെ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ അവരെ ക്യൂവിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് നമ്മൾ നേരെ ഒന്ന് ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പോഴത്തേക്ക് അവരുടെ ടേണായി. അവർ ആനപ്പുറത്തൊക്കെ കയറിയതിന് ശേഷം റൈഡ് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഗസ്റ്റ്. 2 കുട്ടികളുണ്ട്, അച്ഛനും അമ്മയും ഉണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും കുഞ്ഞു കുട്ടുണ്ട്, അത് നടക്കാനിരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ക്യൂട്ടാണ്. അപ്പോൾ അവർ നല്ല എൻജോയ് ചെയ്തു. വരുന്ന വഴിയാണ് നമ്മൾ ആ വീഡിയോ എടുത്തത്. അതിനുശേഷം നേരെ അവരെ ബാത്തിന് കൊണ്ടുപോയി. അത് എലിഫൻറ്റ് ബാത്ത് ആൻഡ് ഷവറാണ്. ആനയുടെ മുകളിലിരുന്ന് കുളിപ്പിക്കൽ, ആന വെള്ളം കോരി തുമ്പിക്കയിൽ വെള്ളം കോരി ഒഴിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനപ്പോൾ അവിടെ നിന്ന് അവരുടെ ഫോണിലും നമ്മുടെ ഫോണിലും ഗസ്റ്റിനോട് പെർമിഷൻ വാങ്ങിച്ചു, വീഡിയോ ഇട്ടോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇട്ടോളൂ, കുഴപ്പമില്ല. അപ്പോൾ ഒരാളുടെ ഇടാവുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഒരാളുടെ മാത്രമായിട്ട് ഇടുന്നത്. ബാക്കിയുള്ളവരുടെ ഇടണ്ട എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ വരെ കാണുന്നവരെ ശുഭദിനം.